എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു വിഷു ആവട്ടെ. കേരളീയരുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് വിഷു. വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ട് ആചരിക്കുന്നതാണ് വിഷു. വിഷുവിനെ ഐശ്വര്യപൂർണമാക്കുന്ന ആചാരമാണ് വിഷുക്കണി. പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വിഷു കൈനീട്ടം. എല്ലാ വർഷവും മലയാള മാസം മേടം 1-ാം തീയതിയാണ് വിഷു. ഒരു വർഷത്തെ ഐശ്വര്യത്തെ മുഴുവൻ സ്വാധീനിക്കുന്നതാണ് വിഷുക്കണി എന്നാണ് വിശ്വാസം. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലം അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുമെന്നതാണ് വിശ്വാസം. വിഷു എന്ന പേരിന് പിന്നിലെ ഐതിഹ്യം എന്തെന്ന് നോക്കാം. വിഷുവം എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. തുല്യമായത് എന്ന അർത്ഥം വരുന്ന വിഷുവം എന്ന വാക്കിൽ നിന്നാണ് വിഷു എന്ന പദമുണ്ടായത്. അതായത് പകലും രാത്രിയും ഒരേപോലെ വരുന്നത്. സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമണം നടത്തുന്ന ഉദയത്തിലാണ് വിഷുക്കണി ദർശിക്കേണ്ടത്. രാവണന്റെ മേൽ ശ്രീരാമദേവൻ നേടിയ വിജയം ആഘോഷിക്കുവാനാണ് വിഷു എന്നൊരു ഐതിഹ്യമുണ്ട്. വിഷുവിന്റെ തലേ ദിവസം വീട് വൃത്തിയാക്കുന്നതും മാലിന്യം കത്തിക്കുന്നതുമെല്ലാം രാവണനെ വധിച്ച ശേഷം ലങ്ക കത്തിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഒരു ഐതിഹ്യം. ഞങ്ങളുടെ നാട്ടിലൊക്കെ വിഷുവിന്റെ അന്ന് വൈകിട്ട് സന്ധ്യയ്ക്ക് തൊടിയിൽ അടിച്ചു വാരി തീയിടുന്നൊരു പതിവുണ്ട്. വിഷുത്തീ എന്നാണ് അതിന് പറയാറുള്ളത്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു ഐതിഹ്യം. ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനുമേൽ നേടിയ വിജയം ആഘോഷിക്കുന്നതാണ് വിഷു എന്നതാണ് മറ്റൊരു ഐതിഹ്യം. വസന്തകാലം ആരംഭിച്ചതോടെയാണ് ഈ ഒരു വിജയം നേടിയത് എന്നാണ് വിശ്വാസം. വിഷുവും കൃഷിയുമായി ബന്ധപ്പെടുത്തി ഒട്ടനവധി ആചാരങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കുന്നു. നിലം ഉഴുതുമറിച്ച് വിത്തിടുന്നതിന് തുടക്കം കുറിക്കുന്ന ചാലിടൽ കർമ്മം, വിഷുവേല, വിഷുവെടുക്കൽ, 10-ാം ഉദയം തുടങ്ങിയ കൃഷിയും മതാചാരങ്ങളുമായി ബന്ധപ്പെടുത്തി പല ആചാരങ്ങളും വിഷു ദിവസം നടക്കുന്നു. കേരളം കൂടാതെ പല ദേശങ്ങളും ഈ ദിവസമോ ഇതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലോ പല ആഘോഷാചാരങ്ങളും നടത്തുന്നുണ്ട്. ആസാമിലെ ബിഹു, തുളുനാട്ടിൽ ബിസു പർബ എന്നൊരു ഉത്സവവും ആഘോഷിക്കുന്നുണ്ട്. പഞ്ചാബിൽ ബൈശാഖിയും തമിഴ്നാട്ടിൽ പുത്താണ്ടും ആഘോഷിക്കുന്നു. ഇതൊക്കെ അങ്ങനെ ആഘോഷിക്കുന്നവയിൽപ്പെട്ട ചില സ്ഥലങ്ങളാണ്. തമിഴ്നാട്ടിലെ പുതിയ വർഷമാണിത്. തമിഴ് വർഷത്തിലെ ആദ്യ മാസത്തിലെ ആദ്യ ദിവസമാണ് പുത്താണ്ട്. ഇതെല്ലാം കാർഷികവും മതപരവുമായിട്ട് കൂടിക്കലർന്ന ആഘോഷാചാരങ്ങളാണ്. സൂര്യോദയത്തിന് ശേഷവും സൂര്യാസ്തമയത്തിന് മുമ്പും സംഭവിക്കുന്ന സംക്രാന്തി കണക്കാക്കിയാണ് തമിഴ്നാട്ടിൽ പുതുവത്സരം ആഘോഷിക്കുന്നത്. സൂര്യാസ്തമയത്തിന് ശേഷമാണ് സംക്രാന്തി വരുന്നതെങ്കിൽ അടുത്ത ദിവസമാണ് പുത്താണ്ടായി അവർ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.